നിർത്താതെ പെയ്യുന്ന ശക്തമായ മഴയിൽ പുല്ലൂരിലും പരിസരങ്ങളിലും വ്യാപക നാശനഷ്ടം. വണ്ണാർ വയലിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കൂടാതെ നിരവധി കാർഷിക വിളകൾക്കും ഫലവൃക്ഷങ്ങൾക്കും നാശം നേരിട്ടു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വണ്ണാർ വയലിലെ അമ്മാളുവിന്റെ ഓടുമേഞ്ഞ വീടാണ് തെങ്ങ് വീണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. വീട്ടുപറമ്പിലെ തെങ്ങ് പൊട്ടി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയം അമ്മാളുവിന്റെ മകൻ ബൈജുവിന്റെ ഭാര്യ സന്ധ്യയും മക്കൾ സഞ്ജയ്, ജയറാം എന്നിവരും വീട്ടിനകത്തുണ്ടായിരുന്നു. ബൈജു വീടിന് പുറത്തേക്കിറങ്ങിയ സമയത്താണ് തെങ്ങ് വീടിന് മുകളിലേക്ക് വീണത്. വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. വീട് തകർന്നതോടെ മഴവെള്ളം മൊത്തമായും അകത്തേക്ക് പതിച്ച് ടെലിവിഷൻ, ഫ്രിഡ്ജ്, അലക്കുയന്ത്രം ഉൾപ്പെടെയുള്ള വൈദ്യുതോപകരണങ്ങളും നശിച്ചു. കാഞ്ഞങ്ങാട്ട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് തെങ്ങ് മുറിച്ചു മാറ്റിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. പുല്ലൂർ വില്ലേജ് ഓഫീസർ എസ് ശ്രീജിത്തും സ്ഥലം സന്ദർശിച്ചു. കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും മഴയിൽ തകർന്നു വീണു. വടക്കുഭാഗത്തുള്ള മതിൽ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മാക്കരങ്കോട്ടെ ഓളിയക്കൽ ശശിധരന്റെ പറമ്പിലെ കൂറ്റൻ പ്ലാവും കടപുഴകി. കൊടവലത്തെ സുധാകരന്റെ വീട്ടുവളപ്പിലെ തെങ്ങുകളും കവുങ്ങുകളും കാറ്റിൽ നശിച്ചു. മധുരമ്പാടിയിലെ ബാലകൃഷ്ണൻ എടമുണ്ട വയലിലിറക്കിയ നെൽകൃഷിയും മൊത്തമായും വെള്ളത്തിനടിയിലായി. ന്യൂസ് ബ്യൂറോ, പെരിയ.